Hello everyone, welcome to Island IAS Ignite Foundation Daily Newspaper Analysis. അപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് സെപ്റ്റംബർ 29 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസ് ആർട്ടിക്കിൾസ് ആണ്. ദ ഹിന്ദു അതുപോലെ തന്നെ ഇന്ത്യൻ എക്സ്പ്രസ് ഈ രണ്ട് ന്യൂസ് പേപ്പറിലെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസസ് ആണ് നമ്മൾ കവർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ എത്രയും വേഗം എന്താണ് നമ്മുടെ ഇന്നത്തെ ഇമ്പോർട്ടൻ്റ് ന്യൂസസ് എന്ന് നോക്കാം. നമ്മൾ ഇന്നലെ മിഞ്ഞാന്നും ഒക്കെ ആയിട്ട് ന്യൂസിൽ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് നമ്മുടെ ആക്ടർ വിജയുടെ തമിഴ് വെട്രി കഴകം എന്ന് പറയുന്ന TVKയുടെ ഒരു റോഡ് ഷോ ഉണ്ടായിരുന്നു. അപ്പൊ അതിനകത്തൊരു ട്രാജഡി നടന്നു, ഒരു സ്റ്റാമ്പേഡ് നടന്നു. അപ്പൊ അത് റിലേറ്റഡ് ആയിട്ട് നമുക്കൊരു എഡിറ്റോറിയലും അതുപോലെ തന്നെ ഒരു എക്സ്പ്ലെയിനും നമുക്ക് നോക്കാനുണ്ട്. ദെൻ അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുന്നത് ഒരു ഒപ്പീനിയൻ ആണ് അബൌട്ട് ഏഞ്ചൽസ് പോസ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ AI റിലേറ്റഡ് ആയിട്ട് വരുന്ന കുറച്ച് പ്രശ്നങ്ങളെ കുറിച്ചാണ് നമ്മൾ അതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹിമാലയയിലുള്ള കോൾഡ് ഡെസേർട്ട് ഉണ്ട്, അതിന് യുനെസ്കോന്റെ ബയോസ്ഫിയർ റിസർവ് ലിസ്റ്റിലോട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡ്രാഗൺ ഫ്ലൈ, ഇന്ത്യൻ റോളർ എന്ന് പറയുന്ന രണ്ട് സ്പീഷീസിനെ കുറിച്ച് നോക്കണം. അതുപോലെ തന്നെ നമ്മുടെ ആസ്ട്രോസ്റ്റാറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു സാറ്റലൈറ്റ് ഒബ്സർവേറ്ററി ഉണ്ട്, അതിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ നമുക്ക് വേഗം നമ്മുടെ ന്യൂസസിലേക്ക് കടക്കാം. നമ്മൾ വീഡിയോസ് ഒക്കെ കണ്ടു എന്ന് വിചാരിക്കുന്നു എല്ലാവരും. ഈ ന്യൂസ് ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത് കരൂർ ട്രാജഡീനെ കുറിച്ചാണ്. അതായത് നമുക്ക് ഭയങ്കര വിഷമമായിട്ടുള്ള ഒരു ന്യൂസാണ് കരൂർ ട്രാജഡി എന്ന് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ നമ്മുടെ ആക്ടർ വിജയ് തമിഴ് വെട്രി കഴകം എന്ന് പറഞ്ഞിട്ടുള്ള TVK എന്ന് പറയുന്നുള്ള ഒരു പൊളിറ്റിക്കൽ പാർട്ടി അദ്ദേഹം ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്, ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന്റെ റാലീസും റോഡ് ഷോകളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ വെള്ളിയാഴ്ച നടന്ന ആ ഒരു റോഡ് ഷോയുടെ സമയത്ത് നല്ല രീതിയിൽ സ്റ്റാമ്പേഡ് ഉണ്ടായി. ഒരു 10,000 ആളുകൾ പങ്കെടുക്കേണ്ട പ്രോഗ്രാമിന് 27,000-ലധികം ആളുകൾ പങ്കെടുത്തു. അങ്ങനെ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടായി, അതൊരു ട്രാജഡി ആയി മാറി. ഇപ്പൊ ഓൾമോസ്റ്റ് ഒരു 40 ആളുകൾക്ക് മരണം സംഭവിച്ചിട്ടുണ്ട്. അതിനകത്തൊരു 17 പേര് സ്ത്രീകളും ബാക്കി പുരുഷന്മാരും കുട്ടികളും ഒക്കെയാണ്. അതുപോലെ തന്നെ കുറെ ആളുകൾക്ക് വേറെ പ്രശ്നങ്ങളൊക്കെ പറ്റിയിട്ട് ഗുരുതരമായിട്ടും ഒക്കെ ഹോസ്പിറ്റലിലൊക്കെ ഉണ്ട്. അപ്പൊ ഇനി വേറെ മരണങ്ങളൊന്നും ഉണ്ടാവരുതേ എന്ന് പ്രാർത്ഥിക്കാം. അപ്പൊ നമുക്ക് നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഇതിനകത്ത് തന്നെ ഒരു എഡിറ്റോറിയൽ ആണ്. ഈ ഒരു സ്റ്റാമ്പേഡിനെ കുറിച്ച് ഹിന്ദുവിൽ വന്നിട്ടുള്ള എഡിറ്റോറിയൽ ആണ്. നമ്മൾ എഫക്റ്റീവ് ക്രൗഡ് മാനേജ്മെന്റിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ നമ്മൾ എഫക്റ്റീവ് ക്രൗഡ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഏരിയയിൽ അല്ലെങ്കിൽ അവിടെ വരുന്ന ആ ക്രൗഡിനെ മാനേജ് ചെയ്യുക എന്നുള്ള ഒരു ടാസ്ക് ആണ്. അതൊരിക്കലും ഒറ്റയ്ക്ക് ഒരാൾക്ക് ചെയ്യാനായിട്ട് പറ്റുന്നതല്ല. അതായത് ആ ഓർഗനൈസറിനോ അതുപോലെ തന്നെ അല്ലെങ്കിൽ അത് ഓർഗനൈസ് ചെയ്യുന്ന പാർട്ടിക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. രണ്ട് ഭാഗവും ഒരുമിച്ച് കമ്പൈൻ ചെയ്താൽ മാത്രമാണ് അത് എഫക്റ്റീവായിട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. Effective crowd management at mass gathering demands corporation of organizers അതുപോലെ തന്നെ അറ്റൻഡീസ്. അത് ഓർഗനൈസ് ചെയ്യുന്ന ആളുകളും അതുപോലെ തന്നെ അത് അറ്റൻഡ് ചെയ്യുന്ന ആളുകളും ഒരേപോലെ അത് മാനേജ് ചെയ്താൽ മാത്രമേ നമുക്കതിനെ നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് പറ്റുള്ളൂ. ഈ ഒരു പ്രോഗ്രാമിൽ നമ്മൾ കണ്ടതെന്ന് പറഞ്ഞാൽ പ്രോഗ്രാം വെച്ചു കുറച്ച് ഡിലേ ആയിട്ട്, അതായത് 7 മണി കഴിഞ്ഞതിന് ശേഷമാണ് വിജയ് വരുന്നത്. അതുപോലെ തന്നെ ആ ഒരു ടൈം ആയപ്പോഴത്തേക്കും വളരെയധികം ആളുകൾ അവിടെ എത്തി. ജോലിയൊക്കെ കഴിഞ്ഞ ആളുകൾ ആ ഒരു പൊളിറ്റിക്സിനോട് താല്പര്യമില്ലെങ്കിൽ പോലും ആ ഒരു ആക്ടറിനെ കാണാനായിട്ടുള്ള ആ ഒരു ഇൻട്രസ്റ്റ് പ്രകാരം ആളുകൾ അവിടേക്ക് വന്നു. അപ്പൊ നല്ല രീതിയിൽ ആളുകൾ തടിച്ചുകൂടാനായിട്ട് തുടങ്ങി. പിന്നെ റോഡ് സൈഡിലും ഒക്കെ പോരാതെ ആളുകൾ എന്ത് ചെയ്യാനായിട്ട് തുടങ്ങി, മരങ്ങളില് അതുപോലെ തന്നെ ഇലക്ട്രിക് പോസ്റ്റുകളില് എവിടെയൊക്കെ കയറാൻ പറ്റുമോ അവിടെയൊക്കെ കയറാനായിട്ട് തുടങ്ങി. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ആ ഒരു സ്പീച്ച് കേൾക്കാനായിട്ട് ആളുകൾ കൂടുതൽ വരാനായിട്ട് തുടങ്ങി. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഇപ്പൊ ഒരാളെ മരത്തിൽ നിന്ന് വീണു. അങ്ങനെ വീണതിന് ശേഷം ആളുകളുടെ ക്രൗഡിന്റെ ഇടയിലേക്കാണ് വീഴുന്നത്. ക്രൗഡിന്റെ ഇടയിലേക്ക് വരുന്ന സമയത്ത് ആളുകൾ എന്താവും, അവര് ഓട്ടോമാറ്റിക്കലി ആ ഒരു ക്രൗഡ് ആ ഒരു സമയത്ത് പരിഭ്രാന്തരായി അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാനായിട്ട് തുടങ്ങി. അപ്പൊ അതൊരു വലിയൊരു ട്രാജഡിയിലോട്ട് മാറി. പല ആളുകൾക്കും ശ്വാസം മുട്ടൽ അനുഭവപ്പെട്ട് ശ്വാസം മുട്ടിയൊക്കെയാണ് ആളുകൾ മരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു ഓവർ ക്രൗഡഡ് ആവുന്ന സ്ഥലത്ത് ചെറിയ ഇതുപോലത്തെ എന്തെങ്കിലും ഒരു പ്രശ്നം മതി അതൊരു വലിയ ട്രാജഡി ആയിട്ട് മാറാനായിട്ട്. കാരണം അവിടെ സ്പേസ് കൺസ്ട്രെയിൻസ് ഉണ്ട്. അപ്പൊ ആ ഒരു സ്പേസ് കൺസ്ട്രെയിൻസും ഈ ഒരു ട്രാജഡിയുടെ ആക്കം കൂട്ടിയിട്ടുണ്ട്. അതായത് ഒരു 10,000 പേര് പങ്കെടുക്കേണ്ട സ്ഥലത്ത് 27,000 ആളുകൾ പങ്കെടുക്കുക എന്ന് പറയുന്നത് അപ്പോൾ അത്രയും ഒരു സ്പേസ് കൺസ്ട്രെയിൻ ആണ് അപ്പൊ അവിടെ വരുന്നത്. ദെൻ ഇവിടെ എടുത്തു പറയുന്നത് ഈ ഒരു സമയത്ത് റെസ്ട്രിക്ഷൻസ് ഹാവ് ബീൻ ബ്രീച്ച്ഡ് ആൻഡ് കോമൺ സെൻസ് സൈഡ് ലൈൻ ആയി മാറി. ആ ഒരു കാര്യങ്ങൾ പറഞ്ഞ സമയത്ത് അവരും അത് കാര്യമായിട്ട് എടുത്തില്ല. അതൊരു പ്രശ്നമല്ല എന്നുള്ള രീതിയിലാണ് ബാക്കി അവരും
അത് എടുത്തതെന്ന് പറയുന്നു. അതുപോലെ തന്നെ വിജയ് റെസിസ്റ്റഡ് പോലീസ് റെസ്ട്രിക്ഷൻസ് ലേബിളിംഗ് ദം ആസ് എ പൊളിറ്റിക്കൽ മൂവ് ടു സ്റ്റിഫൈൽ ഹിസ് ഗ്രോത്ത്. വിജയ് പറയുന്നത് ഇപ്പൊ പോലീസ് ആ ഒരു റെസ്ട്രിക്ഷൻസ് കൊടുത്തത് അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ മൂവിനെ തടയാൻ വേണ്ടിയിട്ടാണെന്നുള്ള രീതിയിലാണ് പറയുന്നത്. അതുപോലെ തന്നെ വിജയ് ഈ പറയുന്ന ക്രൗഡ് ചെയ്യാനായിട്ട് ആ ഒരു പാർട്ടി കുറച്ച് കാര്യങ്ങളാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ആ ഒരു ട്രാജഡി ആ ഒരു ട്രാജഡിയുടെ ആക്കം കൂടാനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് അത്രയും ആളുകൾ വന്നു. അപ്പൊ അങ്ങനെ ഒരു ട്രാജഡി അവിടെ ഉണ്ടായ സമയത്ത് ഇത്തരം ആളുകളെ മറികടന്നിട്ട് വേണം റെസ്ക്യൂ ഓപ്പറേഷൻസ് ചെയ്യാനായിട്ട്. പെട്ടെന്ന് റെസ്ക്യൂ ഓപ്പറേഷൻസ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നടക്കാന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്, കാരണം അത്രയും ക്രൗഡിനെ മാറ്റിയിട്ട് വേണം പോകുന്നത്. അപ്പൊ അതൊക്കെ റെസ്ക്യൂ ഓപ്പറേഷനെ തടയും, അല്ലെങ്കിൽ അതിനൊരു മാറ്റം അല്ലെങ്കിൽ അതിനൊരു തടസ്സമൊക്കെ കൊണ്ടുവരുന്നതാണ്. അപ്പൊ ഇതൊക്കെ നമ്മൾ ഒരു പ്രോഗ്രാം ഓർഗനൈസ് ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് നോക്കിയിരിക്കണം. അതായത് എത്ര ആളുകൾക്ക് അവിടെ പങ്കെടുക്കാൻ പറ്റും, ഇനി പങ്കെടുത്തിട്ടുണ്ട് എന്തെങ്കിലും ഒരു അപകടം സംഭവിച്ചാൽ അത് എങ്ങനെ റെസ്ക്യൂ ചെയ്യാം, അല്ലെങ്കിൽ ബാക്കി ആളുകളുടെ ജീവൻ എങ്ങനെ രക്ഷിക്കാം എന്നുള്ള കാര്യങ്ങൾ കൂടി മുൻകൂട്ടി കണ്ടതിന് ശേഷം മാത്രമേ ഇങ്ങനെയുള്ള പ്രോഗ്രാമുകൾ നമ്മൾ വെക്കാനായിട്ട് പാടുള്ളൂ. ഇവിടെ യൂത്ത് ക്ലൈംബഡ് ഇലക്ട്രിസിറ്റി പോൾസ്, ട്രാൻസ്ഫോമേഴ്സ്, റൂഫ് ടോപ്പ്, ട്രീസ്, അങ്ങനെ എല്ലാ കാര്യത്തിലേക്കും അവിടെ എത്തി. ദെൻ നമുക്ക് ഇവിടെ പറയാനായിട്ട് പറ്റുന്നതെന്ന് വെച്ചാൽ ഗവൺമെന്റ് പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്തു. അതായത് പൊളിറ്റിസൈസ് ചെയ്തിട്ടില്ലെങ്കിൽ പോലും അതിനുള്ളിലും ചില പൊളിറ്റിക്സ് കാര്യങ്ങളുണ്ട്, നമ്മൾ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നില്ല. ഇപ്പൊ ഇവിടെ ഇതിനു വേണ്ടിയിട്ട് ഒരു കമ്മീഷൻ കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ കമ്മീഷൻ കൊണ്ടുവരുന്ന സമയത്ത് കമ്മീഷൻ എടുത്തു നോക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഇവിടെ പറയുന്നത്, പൊളിറ്റിക്സിൽ ഉപരി, അതായത് അവര് ഭാഗത്തുനിന്ന് വന്ന ലാബ്സിനേക്കാൾ ഉപരി എന്തുകൊണ്ട് ഇവർക്ക് വേറെ വെന്യൂസ് ഒന്നും കൊടുത്തില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇവരിങ്ങനെ ഒരു പ്രോഗ്രാം വെക്കേണ്ടി വന്നു എന്ന് കൃത്യമായിട്ട് നോക്കണം. ദ കമ്മീഷൻ മസ്റ്റ് ലുക്ക് ബിയോണ്ട് TVK's lapses and examine whether the police had acted independently, especially denying TVK's preferred venues accommodate large gathering. അതുപോലെ തന്നെ മിസ്റ്റർ വിജയ് ഇനി ഇങ്ങനെ ഒരു പ്രോഗ്രാംസ് നടത്തുന്ന സമയത്ത് ഇങ്ങനെയുള്ള ട്രാജഡീസ് ഒഴിവാക്കാനായിട്ട് മാക്സിമം ഇങ്ങനെയുള്ള റോഡ് ഷോസ് ഒഴിവാക്കാനായിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ആള് ഫ്രീക്വന്റ് ആയിട്ട് ആളുകളുടെ മുമ്പിലേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ ആ ഒരാളെ കാണാനായിട്ടുള്ള ഇൻട്രസ്റ്റ് ആളുകൾക്ക് കുറഞ്ഞോളും. ആ സമയം ഇടയ്ക്ക് മാത്രം വരുന്നതാവുമ്പോൾ അവരെ കാണാനായിട്ടുള്ള രീതിയിൽ ആളുകൾ വരും, അത് ഓവർ ക്രൗഡിങ്ങിന് കാരണമാകുന്നുണ്ട്. അതുപോലെ തന്നെ പോലീസ് ഇങ്ങനെയുള്ള മാസീവ് മീറ്റിംഗ് നടത്തുന്ന സമയത്ത് അതെപ്പോഴും ഓപ്പൺ ആയിട്ടുള്ള ഒരു ഗ്രൗണ്ടിൽ നടത്താനായിട്ട് ശ്രദ്ധിക്കാം. ഇങ്ങനെ റോഡ് സൈഡിലുള്ള റോഡ് ഷോകളൊക്കെ പരമാവധി കുറച്ചിട്ട് മാക്സിമം ഓപ്പൺ ആയിട്ടുള്ള ഏരിയാസ്, ഇപ്പൊ മറീന ബീച്ച് പോലെയുള്ള അങ്ങനെ വലിയ വലിയ ഏരിയാസിലൊക്കെ അതിനുള്ള അനുമതികൾ കൊടുക്കുക, അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യാനൊക്കെ ശ്രമിക്കുക എന്നാണ് ഈ ഒരു എഡിറ്റോറിയലിൽ പറയുന്നത്. അത് എന്തുകൊണ്ട് ഈ ഒരു ട്രാജഡി നടന്നു, അത് ഇനി മുമ്പോട്ട് എങ്ങനെയൊക്കെ കാര്യങ്ങൾ നോക്കണം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ദെൻ അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുന്നത് ദ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ എന്തുകൊണ്ട് സ്റ്റാമ്പേഡ്സ് നടക്കുന്നു എന്നുള്ളൊരു എക്സ്പ്ലെയിൻ വന്നിട്ടുണ്ട്. അപ്പൊ അതാണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് നമ്മൾ പറയുന്നത് ഇതേ കാര്യങ്ങൾ തന്നെയാണ്, അതായത് മാസ് ആയിട്ടുള്ള ക്രൗഡായിരുന്നു. അപ്പോൾ ആ ഒരു ക്രൗഡിന്റെ ഇടയിൽ ഉണ്ടാവുന്ന ഉന്തും തള്ളും ഇതിന് ട്രിഗർ ആയിട്ടുണ്ട്. കുറെ ആളുകൾ മരത്തിന്റെ മുകളിലേക്ക് കയറി, അത് മരത്തിൽ നിന്ന് വീണു. അങ്ങനെ വരുന്ന സമയത്ത് ആളുകൾ പാനിക്കായി ഓടി, അങ്ങനെയാണ് സ്റ്റാമ്പേഡ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ സൗത്ത് ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് കൂടുതലും ഇങ്ങനെ സിനിമ സ്റ്റാർസ് ഈ പറയുന്ന പ്രോഗ്രാമുകളിലേക്ക് വരുന്നുണ്ട്, അതായത് പൊളിറ്റിക്സിലോട്ട് ഇറങ്ങുന്നുണ്ട്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ആളുകൾ ഈ പറയുന്ന സ്റ്റാർസിനെ കാണാനായിട്ട് വരുന്നു. അത് നല്ല രീതിയിൽ സ്റ്റാമ്പേഡ്സും ഇതൊക്കെ ഉണ്ടാവുന്നുണ്ട് എന്നാണ് പറയുന്നത്. ദെൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പുതിയ പുതിയ പ്രശ്നങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മെയിൻ ആയിട്ട് ഇന്ത്യയിൽ സ്റ്റാമ്പേഡ്സ് ഉണ്ടാവുന്ന സ്ഥലങ്ങൾ എന്ന് പറയുന്നത് പ്ലേസസ് ഓഫ് വർഷിപ്പ്, സ്പോർട്ടിംഗ് ഇവന്റ്സ്, റെയിൽവേ സ്റ്റേഷൻസ്, അതുപോലെ തന്നെ ലാർജ് സ്കെയിൽ ഗ്യാതറിംഗ് സച്ചസ് മഹാകുംഭമേള, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. പിന്നെ ഇവിടെ എടുത്തു പറയുന്നത് ഇപ്പൊ സ്റ്റാമ്പേഡ് ഇപ്പൊ ഉണ്ടായ സ്റ്റാമ്പേഡിന് തൊട്ട് മുമ്പ് നമ്മൾ കണ്ടതാണ്. നമ്മുടെ RCB ബാംഗ്ലൂർ ജയിച്ച സമയത്ത് ചിന്നസ്വാമിയിൽ ഇതുപോലെ തന്നെ ആ ഒരു സ്റ്റാർസിനെ, ക്രിക്കറ്റ് പ്ലേയേഴ്സിനെ എല്ലാവരെയും കാണാൻ വേണ്ടിയിട്ട് ആളുകൾ തടിച്ചു കൂടുകയും അവിടെ ഒരു സ്റ്റാമ്പേഡ് ഉണ്ടാവുകയും ആളുകൾ മരിക്കുകയും ചെയ്തു. അപ്പൊ അത് നമ്മൾ ഈ കുറച്ച് മാസങ്ങൾ മുമ്പ് ജൂണിൽ നമ്മൾ കണ്ട കാര്യമാണ്. അത് കഴിഞ്ഞത് അതിന് മെയിൻ ആയിട്ടുള്ള കാരണം എന്ന് പറയുന്നത് ലാക്ക് ഓഫ് പ്ലാനിങ്, അതുപോലെ തന്നെ കോർഡിനേഷൻ ഇഷ്യൂസ് ആണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ ആ ഒരു ഓർഗനൈസേഷന്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള മിസ്റ്റേക്ക്, അതുപോലെ തന്നെ ഗവൺമെന്റും ഇതിന് ഈക്വലി ഉത്തരവാദികളാണ്.
ആ കാര്യങ്ങൾ കൃത്യമായി നോക്കേണ്ടത് ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണ്. ഇൻഡിസിഷൻ ഓവർ അലോവിങ് വിക്ടറി പരേഡ് ആൻഡ് അതുപോലെ തന്നെ അവിടെ റൂമേഴ്സ് ഓഫ് ഫ്രീ ഒരു പ്രോഗ്രാം വെക്കുന്ന സമയത്ത് മാക്സിമം പാസ് വെക്കാനായിട്ട് നോക്കാം. അതാവുമ്പോൾ അവിടെ എത്ര ആളുകൾ വരുന്നു അല്ലെങ്കിൽ എത്ര ആളുകൾ വരുന്നുള്ളൂ എന്നുള്ള കൃത്യമായ അളവ് നമുക്ക് മെഷർ കിട്ടും. ആ സമയം ഈ RCBD ഒരു പ്രോഗ്രാം നടത്തുന്ന സമയത്ത് ഫ്രീ പാസ് ആണ്. ഫ്രീ പാസ് എന്ന് പറയുന്ന സമയത്ത് വരുന്ന ആളുകളെ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റില്ല. അതുപോലെ തന്നെ പോലീസ് ഫെയിൽ ടു എസ്റ്റിമേറ്റ് സൈസ് ഓഫ് ദ ക്രൗഡ് ദാറ്റ് ഗ്യാതർഡ് ഔട്ട്സൈഡ് ദ സ്റ്റേഡിയം. ദെൻ അത് കഴിഞ്ഞിട്ട് മെയ്യിലുണ്ടായ ഒരു സ്റ്റാമ്പേഡാണ് ഗോവയുടെ ഷിറഗോങ് വില്ലേജിലെ അവിടുത്തെ റിലീജിയസ് യാത്ര അറ്റ് ശ്രീ ലൈറായ് ദേവി ടെമ്പിളിൽ അവിടെ ഇതുപോലെ തന്നെ സ്റ്റാമ്പേഡ് ഉണ്ടായി. ദെൻ February 18 പീപ്പിൾ ഡൈഡ് ഇൻജേർഡ് ഇൻ എ സ്റ്റാമ്പേഡ് ഇൻ മഹാകുംഭമേളയുടെ ടൈമിൽ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ട്. അപ്പൊ അതിന് റെയിൽവേ മിനിസ്റ്റർ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് റെയിൽവേസിലെ ആളുകൾ വരുന്ന സമയത്ത് ആളുകൾ ഓവർ ക്രൗഡഡ് ആണ്, അതുപോലെ തന്നെ അവരുടെ തലയിൽ ഒരു ഹെഡ് വെയിറ്റ് കൊണ്ടാണ് വരുന്നത്. അപ്പൊ അങ്ങനെ വന്ന സമയത്ത് ഒരാളുടെ തലയിൽ നിന്ന് ആ ഹെഡ് വെയിറ്റ് വീണു, അത് ബാക്കി ആളുകളിലേക്ക് വീണു. അങ്ങനെ തിങ്ങി നിറഞ്ഞൊരു സ്ഥലത്ത് ഒരാളെ തട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാ അതിന്റെ മേലെ അടുത്ത ആള് അതിന്റെ മേലെ അങ്ങനെ വീഴും. അതൊരു ട്രാജഡി അതുപോലെ തന്നെ ഡെത്തിങ്ങിനൊക്കെ കാരണം ആവുന്നു. അതുപോലെ തന്നെ മറ്റൊരു സ്റ്റാമ്പേഡ് ഉണ്ടായത് January 29 30 ആളുകളോളം മരിച്ചു. അതായത് മഹാകുംഭമേളയുടെ സമയത്ത്. അന്നൊരു ആസ്പിഷ്യസ് ഡേ ആയിരുന്നു. മൗനി അമാവാസ എന്ന് പറയുന്ന ആ ഒരു ഒക്കേഷൻ ഭയങ്കര പ്യൂർ ആയിട്ടുള്ള ആ ഒരു ദിവസമാണ്. ആ ദിവസത്ത് ഇന്ന സ്ഥലത്ത് എല്ലാവരും നിമഞ്ജനം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് നല്ല പ്രോസ്പെറസ് ഉണ്ടാവും. അങ്ങനെയുള്ള ഇതുകൊണ്ട് സംഗം ഏരിയ ഓഫ് കുംഭ പിലിഗ്രിമില് ആളുകൾ ആ ഒരു സ്ഥലത്ത് മുങ്ങാൻ വേണ്ടിയിട്ട് റഷ് ചെയ്യുകയും അവിടെ ഒരു സ്റ്റാമ്പേഡ് ഉണ്ടാവുകയും അങ്ങനെ ഒരു 30 ആളുകളോളം മരിക്കുകയും ചെയ്തു. അപ്പോൾ ഇന്ത്യയിൽ സ്റ്റാമ്പേഡ് ഡെത്ത് എന്ന് പറയുന്നത് വളരെ അധികം നടക്കുന്ന ഒരു സ്ഥലമാണ്. അതുപോലെ തന്നെ അതിന് നമ്മൾ കൺട്രോൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ദെൻ നമ്മുടെ നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ റിപ്പോർട്ട് പ്രകാരം, അതായത് 2000 തൊട്ട് 2022 വരെയുള്ള കണക്കിൽ 3074ഓളം ആളുകളാണ് ഈ പറയുന്ന സ്റ്റാമ്പേഡിൽ മരിച്ചത്. 3074 ആളുകളാണ് മരിച്ചത്. അതുപോലെ തന്നെ 4000 സ്റ്റാമ്പേഡ് ഇവന്റുകളാണ് ലാസ്റ്റ് 3 decades നമ്മൾ റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ ചോദിക്കും, ഇന്ത്യയിൽ മാത്രമാണോ ഈ സ്റ്റാമ്പേഡ്സ് നടക്കുന്നത്? പുറത്ത് കൺട്രീസിലൊക്കെ നടക്കുന്നില്ലേ? അതെ, പുറത്ത് കൺട്രീസിൽ നടക്കുന്നുണ്ട്. 2022 സൗത്ത് കൊറിയയിലെ ഹാലോവിൻ സെലിബ്രേഷനിൽ ഇതേപോലെ ആളുകൾ മരിച്ചു. ജർമ്മനിയിൽ 2010 ലവ് പരേഡിലും ഇതുപോലെ ക്രാഷസ് ഒക്കെ ഉണ്ടായി. പക്ഷെ അവിടെയും ഇവിടെയും തമ്മിലുള്ള വ്യത്യാസം എന്താന്ന് പറഞ്ഞാൽ, അവിടെ അങ്ങനെ ഒരു സ്റ്റാമ്പേഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇനി അത് നടക്കില്ല. അതിനായിട്ടുള്ള പ്രോപ്പർ മെഷേഴ്സ് അവർ എടുക്കുന്നുണ്ട്, അവരത് ശ്രദ്ധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടെ സിറ്റിസൺസും അതിനെക്കുറിച്ച് അവെയർ ആണ്. ബട്ട് ഇന്ത്യയുടെ കേസിൽ നമുക്കിപ്പോ ഇവിടെ ഒരു സ്റ്റാമ്പേഡ് ഉണ്ടായി, നാളെ അത് നടക്കാതിരിക്കും. ഇപ്പൊ RCBയിൽ അവിടെ ആ ഒരു ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ ഒരു സ്റ്റാമ്പേഡ് ഉണ്ടായി. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ എത്ര മാസമായി? ആ ഒരു മാസം കഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും അടുത്ത സ്റ്റാമ്പേഡ് ഉണ്ടാവും. അതായത് എത്ര ഇത് വന്നാലും നമ്മൾ അതിനകത്ത് കൃത്യമായ മെഷേഴ്സ് എടുക്കുന്നില്ല. ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നും മിസ്റ്റേക്കുകൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ ആസ് സിറ്റിസൺസും ഇതിനെക്കുറിച്ച് ബോധറാവുന്നില്ല. അപ്പൊ അത് രണ്ടും ഇങ്ങനെ ഒരു സ്റ്റാമ്പേഡ്സിന് കാരണമാവുന്നുണ്ട്. അതുപോലെ തന്നെ അനദർ ഇഷ്യൂ എന്ന് പറയുന്നത് ജനറൽ ഡിസ്കാർഡ് ടുവേർഡ് റൂൾസ് ആൻഡ് റെഗുലേഷൻ വിച്ച് ഈസ് സൊസൈറ്റിയൽ ഫിനോമിന ഇൻ ഇന്ത്യ. അതായത് ഇന്ത്യയിലെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പാലിക്കാതിരിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു സൊസൈറ്റിയുടെ ഒരു പ്രത്യേകതയാണ്. എന്ത് റൂൾ ഉണ്ടെങ്കിലും അത് പാലിക്കാണ്ടിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ സൊസൈറ്റി ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പൊ അതൊക്കെ ഇങ്ങനെയുള്ള ഇതിന് കാരണം ആകുന്നുണ്ട്. ഇങ്ങനെയുള്ളതൊക്കെ ആക്കം കൂട്ടുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇനി എന്ത് ചെയ്യാനായിട്ട് പറ്റും? ഇങ്ങനെ ഈ പറയുന്ന സ്റ്റാമ്പേഡ്സ് അല്ലെങ്കിൽ ഇത് കാരണമുള്ള പ്രശ്നങ്ങളിൽ ഇനി എന്ത് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതാണ്. നമുക്ക് മാക്സിമം ഇങ്ങനെയുള്ള ഇവന്റ്സുകൾ കുറയ്ക്കാം. ഇപ്പോൾ ഷോർട്ട് ഏരിയ, ക്ലോസ്ഡ് ഏരിയാസിലായിട്ടുള്ള പ്രോഗ്രാംസിന് അനുമതി കൊടുക്കാതിരിക്കുക, ഓപ്പൺ സ്പേസസിൽ പ്രോഗ്രാംസ് നടത്തുക. അതുപോലെ തന്നെ നല്ല രീതിയിൽ കോർഡിനേഷൻ ചെയ്യുക. എത്ര ആളുകൾ പങ്കെടുക്കാൻ പറ്റുന്നുള്ള കൃത്യമായിട്ടുള്ള കണക്ക് വേണം. അത്രയും ആളുകൾക്ക് മാത്രം. ഈവൻ ഫ്രീ പാസ് ആണെങ്കിൽ പോലും മുമ്പ് പാസ് കൊടുത്തിട്ട് ആ ആളുകളുടെ എണ്ണത്തിൽ പ്രകാരം കൃത്യമായിട്ടുള്ള ആളുകളെ എടുക്കുക. റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കൃത്യമായി പാലിക്കുക. അത് ഓർഗനൈസർ ആയാലും അതുപോലെ തന്നെ അത് അറ്റൻഡ് ചെയ്യുന്ന ആളുകളും ഗവൺമെന്റും അതിനായിട്ടുള്ള കൃത്യമായ കാര്യങ്ങൾ കൊണ്ടുവരിക. ദെൻ നല്ല രീതിയിലുള്ള ഒരു പോളിസി ഡെവലപ്പ് ചെയ്യുക. ഇങ്ങനെ ഒരു സ്റ്റാമ്പേഡ് ക്രിയേറ്റ് ചെയ്യുന്ന ആളുകൾക്ക് നല്ല രീതിയിൽ ഫൈൻ അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കാം. അപ്പൊ അങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെയാണ് നമുക്ക് കൊണ്ടുവരാനായിട്ട് പറ്റുന്നത്. ദെൻ നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് ദ ഹിന്ദുവിൽ വന്നിട്ടുള്ള
ഒപ്പീനിയൻ ആണ്, നമ്മുടെ ഓപ്പൺ എഡിറ്റോറിയൽ ആണ്. നമ്മുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ കാര്യങ്ങളൊക്കെ നമ്മൾ മുൻപത്തെ ക്ലാസ്സിൽ അതിന്റെ ബെനിഫിറ്റ്സ്, പോസിറ്റീവ്സ്, നെഗറ്റീവ്സ് ഒക്കെ പറഞ്ഞു. അപ്പൊ നമ്മൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മൂലം ഉണ്ടാകുന്ന ഒരു ഇഷ്യൂ ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഏഞ്ചൽസ് പോസ്, അതായത് നമ്മുടെ നോബൽ ലിറ്ററേച്ചർ ആയിട്ടുള്ള ജെഫ്രി ഹിസ്റ്റൺ പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, AI will make people rich and the rest of us poorer. അതായത് AI കുറച്ച് ആളുകളെ നല്ല രീതിയിൽ റിച്ച് ആക്കും, പക്ഷെ ബാക്കിയുള്ള ആളുകളെല്ലാം എപ്പോഴും പൂർ തന്നെയായിരിക്കും. ആ ഒരു കാര്യമാണ് ഏഞ്ചൽസ് പോസിൽ പറയുന്നത്. അതായത് നമ്മുടെ ഏർലി ഇൻഡസ്ട്രിയൽ പീരീഡില് ആ ഒരു സമയത്ത് കുറച്ച് ആളുകൾ നല്ല രീതിയിൽ റിച്ച് ആയി, പക്ഷെ ബാക്കി സോഷ്യലി ബാക്ക്വേർഡ് ആയിട്ടുള്ള ആളുകൾ എപ്പോഴും പൂർ ആയിരുന്നു, അവരെപ്പോഴും പോവർട്ടിയിൽ തന്നെയായിരുന്നു. അപ്പൊ അതാണ് ഏഞ്ചൽസ് പോസ് എന്ന് പറയുന്നത്. അതേ സിറ്റുവേഷൻ തന്നെയാണ് AI ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത് എന്നാണ് പറയുന്നത്. അപ്പൊ എങ്ങനെയാണ് ഈ AI അത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്? വേറെ ഒന്നുമില്ല, ഇങ്ങനെ വരുന്ന സമയത്ത് ഇത് ഡെവലപ്പ് ചെയ്യുന്ന ആളുകൾക്ക് മാറ്റമൊന്നും ഉണ്ടാവില്ല, അവർക്ക് കുറച്ചു പേർക്ക് പൈസ ഉണ്ടാവും. ഇത് ഡെവലപ്പ് ചെയ്യുന്ന ബാക്കി ആളുകളുടെ പ്രൊഡക്ടിവിറ്റി കൂടും, ബട്ട് ഇൻകത്തിൽ, വേജിൽ പ്രത്യേക മാറ്റമൊന്നുമില്ല. വേജ് എപ്പോഴും സ്റ്റാഗ്നന്റ് ആയിട്ട് നിൽക്കും. അങ്ങനെ വരുമ്പോൾ സ്ട്രക്ചറൽ ചേഞ്ചസ് ഒന്നും ഉണ്ടാവുന്നില്ല, സ്റ്റാൻഡേർഡിൽ മാറ്റം വരുന്നില്ല. അതെന്താവും? ആളുകൾക്ക് മാറ്റമൊന്നും ഇല്ലാതെ ഇരിക്കും. അതാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു വേൾഡ് എന്ന് പറയുന്നത് പണ്ടത്തെ ഈ പറയുന്ന ഏഞ്ചൽസ് പോസിലോട്ട് പോവാണോ, അല്ലെങ്കിൽ ഈ AI ഏഞ്ചൽസ് പോസിലോട്ട് പോവാണോ എന്ന് പറയുന്നത്. അപ്പോൾ ഹിസ്റ്ററി പറയുന്നത് എന്ന് പറഞ്ഞാൽ ഏർലി 19th സെഞ്ചുറിയിലൊക്കെ എന്ന് പറഞ്ഞാൽ റോബർട്ട് അലൻ പറയുന്നത് ഈ പറയുന്ന ഇൻഡസ്ട്രീസ് വേജ് സ്റ്റാഗ്നന്റ് ആക്കി. അതുപോലെ തന്നെ അവിടെ എന്തായിരുന്നു, വേജ് സ്റ്റാഗ്നന്റ് ആയി, ഒരു സെക്ഷന്റെ വേജ് സ്റ്റാഗ്നന്റ് ആയി, ബാക്കി ആളുകൾ റിച്ച് ആയി. അങ്ങനെ വന്നപ്പോൾ അവിടെ എന്തായിരുന്നു, ഇൻഇക്വാളിറ്റി കൊണ്ടുവന്നു. അപ്പൊ അത് തന്നെയാണ് ഉണ്ടാവാൻ പോകുന്നത്. ഒരു ഹിസ്റ്റോറിക്കൽ പാരഡോക്സ് ആണ്. അതായത് ക്രൂഷ്യൽ ഡിബേറ്റ് ഇൻ present whether AI will generate similar delays between technology progress and widespread welfare gains. ടെക്നോളജി ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ടാണ് പോകുന്നത്. അപ്പോൾ AI പ്രത്യേകത എന്താണ്? സൈമൾട്ടേനിയസ് ഇൻഡസ്ട്രീസിനെ കാര്യങ്ങൾ റീഷേപ്പ് ചെയ്യാനും, ഇപ്പോൾ ഹോസ്പിറ്റൽസ്, ടെക്നോളജീസ്, ഗവർണൻസ്, ഏതിൽ വേണമെങ്കിലും എന്താണ് AI ഉപയോഗിക്കാനായിട്ട് പറ്റും. നല്ല രീതിയിൽ AI എന്താണ് സ്മൂത്ത്ലി അത് സൈമൾട്ടേനിയസ് ടൈമിലും നടത്തുന്നതൊക്കെയാണ്. പക്ഷെ അവിടെ ഒരു ഗ്യാപ്പ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. സ്കിൽഡ് എംപ്ലോയീസും അൺസ്കിൽഡ് എംപ്ലോയീസും തമ്മിലുള്ളൊരു ഗ്യാപ്പ് അവിടെ നല്ല രീതിയിൽ AI ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന GPT എന്നൊക്കെ പറയുന്ന ഈ സാധനങ്ങൾ, അതിനെല്ലാം ഉപയോഗിക്കണമെങ്കിൽ നല്ല രീതിയിൽ എന്താണ് പവർ ആവശ്യമാണ്, ഇലക്ട്രിസിറ്റി, അതുപോലെ തന്നെ ഇന്റർനെറ്റ്, അതുപോലെ തന്നെ പൊട്ടൻഷ്യൽ ഒക്കെ ഇതിന് ആവശ്യമാണ്, ഇത് ട്രാൻസ്ഫോം ചെയ്യാനായിട്ട്. അപ്പൊ അതൊന്നും ഇല്ലാത്ത ആളുകൾക്ക് ഇത് മുമ്പോട്ട് വരാനായിട്ടും പറ്റില്ല. അപ്പൊ എന്തുകൊണ്ട് ഇങ്ങനെ ഈ ഏഞ്ചൽ ഫേസിലോട്ടാണ് നമ്മൾ പോകുന്നത് എന്ന് പറയുന്നത്? അപ്പൊ അതിന് കുറച്ച് സയൻസ് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രൊഡക്ടിവിറ്റി വിത്തൗട്ട് വേജ് ഗ്രോത്ത് ആണ് ഇപ്പൊ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അപ്പൊ അവിടെ പറയുന്ന ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ഫിലിപ്പീൻസിന്റെ കോൾ സെന്റേഴ്സിന്റെ കാര്യം പറയുന്നുണ്ട്. അതായത് ഫിലിപ്പീൻസിന്റെ കോൾ സെന്റേഴ്സിൽ കോളിന്റെ പ്രൊഡക്ടിവിറ്റി നല്ല രീതിയിൽ കൂടി, അതിന്റെ പ്രൊഡക്ടിവിറ്റി 30 to 35% കൂടി. പക്ഷെ അവിടുത്തെ ആളുകളുടെ വേജിനൊന്നും മാറ്റം വന്നിട്ടില്ല. അതായത് പ്രൊഡക്ടിവിറ്റി കൂടും AI കൂടുന്ന സമയത്ത്, പക്ഷെ അത് വർക്ക് ചെയ്യുന്ന വർക്കേഴ്സിന്റെ വേജിനകത്തൊന്നും മാറ്റം വരുന്നില്ല. അപ്പൊ അത് അവിടെ ഒരു ഇൻഇക്വാളിറ്റി ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ റൈസ് ഓഫ് കോസ്റ്റ് ഓഫ് കോംപ്ലിമെന്റ്സിന്റെ പൈസ കൂടുന്നുണ്ട്. അതായത് ഇപ്പൊ നമ്മൾ AI ഉപയോഗിക്കേണ്ടി വരുന്നു, അല്ലെങ്കിൽ പുതിയൊരു ടെക്നോളജി ഉപയോഗിക്കേണ്ടി വരുന്ന സമയത്ത് ആ വർക്കേഴ്സ് എന്ത് ചെയ്യണം, അവർ പുതിയ സ്കിൽസ് ട്രെയിൻ ചെയ്യണം, അതുപോലെ തന്നെ അതിനായുള്ള സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ കാര്യങ്ങളൊക്കെ ചെയ്യണം. പക്ഷെ അതെന്താണ്, കോസ്റ്റ് ഓഫ് കോംപ്ലിമെന്റ്സ് കൂടുന്നതല്ലാതെ അതവർക്ക് ഇപ്പൊ AI പഠിച്ചതുകൊണ്ട് അവർക്ക് പ്രത്യേകിച്ച് പൈസ കൂടുതലൊന്നും കിട്ടുന്നില്ല. അപ്പൊ അതെന്താണ്, കോസ്റ്റ് കൂട്ടുന്നുണ്ട്, പക്ഷെ ഇംപ്രൂവ്മെന്റ് ഒന്നും വരുത്തുന്നില്ല. അതുപോലെ തന്നെ കോൺസെൻട്രേഷൻ ഓഫ് ഗെയിൻസ് ആൻഡ് ഇൻഇക്വാളിറ്റി. ഈ പറയുന്ന ടെക്നോളജി ഉള്ള അല്ലെങ്കിൽ കഴിവുള്ള ആളുകളുടെ കയ്യിലായിരിക്കും എപ്പോഴും കോൺസെൻട്രേഷൻ, വെൽത്ത് കോൺസെൻട്രേറ്റ് ചെയ്യുന്നതും ഗെയിൻസും. ഇപ്പൊ ചൈന, US പോലുള്ള ഒരു AI മേഖലയിൽ അഡ്വാൻസ്ഡ് ആണ്, അവർക്കാണ് ഈ പറയുന്ന ഗ്രോത്ത് കാര്യങ്ങളൊക്കെ വരുന്നത്. അതുപോലെ തന്നെ നെക്സ്റ്റ് വരാൻ പോകുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ ജോബ് റീപ്ലേസ്മെന്റ്, ഡിസ്പ്ലേസ്മെന്റ്, അതുപോലെ തന്നെ ടാസ്ക് ട്രാൻസ്ഫോർമേഷൻ. ഇപ്പൊ ചൈനയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ, ചൈനയിൽ ഇപ്പൊ ആദ്യമായിട്ട് AI ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുവന്നു.
അതായത് നമ്മുടെ ടാസ്ക്, ഇപ്പോൾ ഹ്യൂമൻ ചെയ്യുന്ന ടാസ്ക് ഒക്കെ AI അല്ലെങ്കിൽ റോബോട്ട്സ് ചെയ്യുന്ന രീതിയിലോട്ടാണ് എത്തുന്നത്. അപ്പോൾ അതെന്താണ്, നമുക്ക് നല്ല രീതിയിലുള്ളൊരു റിസ്ക് ആണ്, ജോബ് ഡിസ്പ്ലേസ്മെന്റ് ഒക്കെ വരുന്നതാണ്. അപ്പോൾ നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഏഞ്ചൽ സ്പോസ് എന്ന് പറയുന്നത് നമുക്ക് വരുന്നൊരു സീരിയസ് ത്രെഡ് ആണ്. അപ്പൊ അതിന്റെ സൈൻസ് ഒക്കെയാണ് നമുക്ക് കാണുന്നത്. അപ്പോൾ AI മാത്രമല്ല, നമുക്ക് ബാക്കിയുള്ള ആ ഒരു ഇൻഇക്വാളിറ്റി ഇല്ലാത്ത രീതിയിൽ വേണം നമ്മൾ കൊണ്ടുപോകാനായിട്ട് എന്നാണ്. അതിനായിട്ട് ടെക്നോളജി കൊണ്ട് മാത്രം നമുക്ക് എപ്പോഴും ബെനിഫിറ്റ് അല്ലെങ്കിൽ ഹ്യൂമൻ വെൽഫെയർ ടെക്നോളജി കൊണ്ട് മാത്രമല്ല പറ്റുന്നത്. ടെക്നോളജി കൊണ്ട് മാത്രം പറ്റില്ല, നമ്മളൊരു കളക്റ്റീവ് ആയിട്ടുള്ള പൊളിറ്റിക്കൽ അതുപോലെ തന്നെ സോഷ്യൽ ചേഞ്ച് വഴിയാണ് നമുക്ക് ഹ്യൂമൻ വെൽഫെയർ നല്ല രീതിയിൽ നടത്താനായിട്ട് പറ്റുള്ളൂ എന്നാണ് ഈ ഒരു ഓപ്പിഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ അതാണ്, ഈ മൂന്നെണ്ണമാണ് നമ്മുടെ ലീഡിങ് ആർട്ടിക്കിൾസ്. ദെൻ നമ്മുടെ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ വന്നിട്ടുള്ള ഒരു ന്യൂസ് ആണ്, നമ്മുടെ ഹിമാലയൻ കോൾഡ് ഡിസേർട്ട് എന്ന് പറയുന്ന ഒരു ഡിസേർട്ട് സിസ്റ്റം ഉണ്ട്. ആ ഒരു ഡിസേർട്ട് സിസ്റ്റത്തിന് യുനെസ്കോന്റെ ബയോസ്ഫിയർ റിസർവ് ലിസ്റ്റിലോട്ട് ആഡ് ചെയ്തു. അപ്പൊ മൊത്തം നമുക്ക് ഇന്ത്യയിൽ 13 ബയോസ്ഫിയർ റിസർവ്സ് ആണ് ഉള്ളത്. യുനെസ്കോന്റെ UN-ന്റെ മാൻ ആൻഡ് ബയോസ്ഫിയർ പ്രോഗ്രാം MAB എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഉണ്ട്. ആ ഒരു പ്രോഗ്രാമാണ് നമ്മുടെ ഈ പറയുന്ന ലിസ്റ്റുകളൊക്കെ, ബയോസ്ഫിയർ റിസർവ് ലിസ്റ്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നത്. നമ്മുടെ കോൾഡ് ഡിസേർട്ട് വരുന്നത് ഹിമാചൽ പ്രദേശിലാണ്. ഹിമാചൽ പ്രദേശിലെ ലൗൾ സ്പിതി ഡിസ്ട്രിക്റ്റിലാണ് ഈ കോൾഡ് ഡിസേർട്ട് കിടക്കുന്നത്. അപ്പൊ മൊത്തം നമുക്ക് 13 ബയോസ്ഫിയർ റിസർവ്സ് ഉണ്ട്. ദെൻ 37th യുനെസ്കോയുടെ ഇന്റർനാഷണൽ കോർഡിനേഷൻ മാൻ ആൻഡ് ബയോസ്ഫിയർ പ്രോഗ്രാമിൽ വെച്ചാണ് ഇന്ത്യയിൽ നിന്ന് കോൾഡ് ഡിസേർട്ടിനെ ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നത്. ഈ ഒരു ബയോസ്ഫിയർ റിസർവിൽ ഉള്ളത് പിൻവാലി നാഷണൽ പാർക്ക്, കിബ്ബർ വൈൽഡ് ലൈഫ് സാങ്ച്വറി, ചന്ദ്രതാൽ വെറ്റ്ലാൻഡ്, അതുപോലെ തന്നെ സർച്ചു പ്ലെയിൻസ്, ഇതൊക്കെയാണ്. ദെൻ എൻകോംപാസിംഗ് വൈഡ് സ്പ്രെഡ് പാച്ചസ്, ഗ്ലേഷ്യൽ വാലീസ്, ആൽപൈൻ ലേക്സ്, അതുപോലെ തന്നെ ഹൈ ഓൾട്ടിറ്റ്യൂഡ് റിസർട്ട്സ് ഒക്കെ ഇതിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. ഈ ഒരു ബയോസ്ഫിയർ റിസർവിലെ ഫ്ലാഗ്ഷിപ്പ് സ്പീഷീസ് ആണ് സ്നോ ലെപ്പാർഡ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 800 ബ്ലൂ ഷിപ്പ് ഇൻ സ്പ്ലിറ്റ് വാലി, ഹിമാലയൻ ഐബെക്സ്, അതുപോലെ തന്നെ ഹിമാലയൻ വോക്സ് ഒക്കെ അവിടെ കാണാനുണ്ട്. ദെൻ ബ്ലൂ ഷീപ്സ്, വോൾഫ്, ഗോൾഡൻ ഈഗിൾ, ഹിമാലയൻ സ്നോകോക്സ്, ഇതൊക്കെയാണ് ഇതിനകത്ത് കാണപ്പെടുന്ന സ്പീഷീസ്. ആസ് ഇന്ത്യസ് ഫസ്റ്റ് ഹൈ ഓൾട്ടിറ്റ്യൂഡ് കോൾഡ് ബയോസ്ഫിയർ റിസർവ്, ഇറ്റ് ഹൈലൈറ്റ് ദ അർജന്റ് നീഡ് ടു സേഫ് ഗാർഡ് മൗണ്ടൻ എക്കോസിസ്റ്റം ഫേസിംഗ് ടൂറിസം പ്രഷർ ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച്. അപ്പൊ നമ്മുടെ യുനെസ്കോ ബയോസ്ഫിയർ റിസർവിൽ ഇപ്പോൾ ആഡ് ചെയ്തിട്ടുള്ള ബയോസ്ഫിയർ റിസർവ് ആണ് കോൾഡ് ഹിമാലയൻ കോൾഡ് ഡിസേർട്ട്. ദെൻ നമ്മൾ നോക്കുന്നത് 2 സ്പീഷീസിനെ കുറിച്ച് വന്നിട്ടുള്ള ഒരു ന്യൂസ് ആണ്. ഒന്ന് അബൌട്ട് ഡ്രാഗൺ ഫ്ലൈ ആണ്. അതായത് ഡൽഹിയിൽ നടന്നിട്ടുള്ള ഡ്രാഗൺ ഫ്ലൈയുടെ സർവേനെ കുറിച്ചാണ് പറയുന്നത്. ആ ഒരു സർവേയിൽ എന്താണ് 54% ഡ്രാഗൺ ഫ്ലൈയുടെ പോപ്പുലേഷൻ കൂടിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. 54% ഇൻക്രീസ് ഹാസ് ബിൻ രജിസ്റ്റേർഡ്. ഇത് യെല്ലോ ടെയിൽഡ് ആയിട്ടുള്ള ആഷി സ്കിമ്മർ ആണ് ഈ ഡ്രാഗൺ ഫ്ലൈ. ആ ഒരു ഇത് ഹാസ് ബിൻ റെക്കോർഡഡ് ഫോർ ദ ഫസ്റ്റ് ടൈം. ദിസ് സ്പീഷീസ് ഓഫ് ഡ്രാഗൺ ഫ്ലൈ മെയിൻലി കാണപ്പെടുന്നത് നോർത്ത്, അതുപോലെ തന്നെ നോർത്ത് വെസ്റ്റേൺ പ്ലാറ്റ്ഫോമിലാണ് നമ്മുടെ യെല്ലോ ടെയിൽഡ് ആഷി സ്കിമ്മർ കാണപ്പെടുന്നത്. അതിനെ ഡൽഹിയിൽ അവർക്ക് ഡിസ്കവർ ചെയ്യാനായിട്ട് പറ്റി. അപ്പൊ ഈ ഡ്രാഗൺ ഫ്ലൈസ് അതുപോലെ തന്നെ ഡാംസൽ ഫ്ലൈസ്, ഇതിനൊക്കെ ബയോ ഇൻഡിക്കേറ്റർ സ്പീഷീസ് ആയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതായത് ഹൂസ് പ്രസൻസ് ട്രാക്ക് വെറ്റ്ലാൻഡ് ഹെൽത്ത്. Their larval stage requires clean, well-oxygenated water and both larvae and adults are focus mosquito predators. ഈ ഡ്രാഗൺ ഫ്ലൈസ് എന്ന് പറയുന്നത് മോസ്കിറ്റോ പ്രൊഡേറ്റേഴ്സ് ആണ്. ഇവർ നല്ല രീതിയിൽ ഈ പറയുന്ന മോസ്കിറ്റോസിനൊക്കെ കൊല്ലും. ഇപ്പൊ ഡൽഹിയിൽ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ഏരിയയിൽ രോഗങ്ങൾ വളരെ കുറവായിരുന്നു. അപ്പോൾ അതും ഈ ഒരു സർവേയും തമ്മിൽ ബന്ധമുണ്ടെന്നാണ് പറയുന്നത്. കാരണം ഇതിന്റെ ലാവേഴ്സിനൊക്കെ ഡ്രാഗൺ ഫ്ലൈസ് കഴിക്കും. അങ്ങനെ വന്നപ്പോൾ മോസ്കിറ്റോസ് കുറഞ്ഞു. അത് ഓട്ടോമാറ്റിക്കലി രോഗങ്ങൾ കുറയ്ക്കാനായിട്ട് കാരണമായി. അതുപോലെ തന്നെ ബയോളജിക്കൽ ഇൻഡിക്കേറ്റർ ആണ്. അതായത് നല്ല ക്ലീൻ ആയിട്ടുള്ള എൻവയോൺമെന്റിൽ മാത്രമാണ് ഈ ഡ്രാഗൺ ഫ്ലൈസും അല്ലെങ്കിൽ ഡാംസ് ഫ്ലൈസും ഒക്കെ കാണപ്പെടുന്നത്. അപ്പൊ ഇതിന്റെ എമൗണ്ട് കൂടി എന്ന് പറയുന്നത് ആ ഒരു എൻവയോൺമെന്റ് അത്രത്തോളം ക്ലീൻ ആണെന്നുള്ള രീതിയിലാണ് പറയുന്നത്. അതായത് ബയോ ഇൻഡിക്കേറ്റേഴ്സ് ആണ് ഡ്രാഗൺ ഫ്ലൈസ് എന്ന് പറയുന്നത്. എ സിംഗിൾ ഡ്രാഗൺ ഫ്ലൈ അതൊരു 30 to 100 മോസ്കിറ്റോസിനെ ഒരു ദിവസം കൊല്ലുന്നു എന്നാണ് പറയുന്നത്. ആഫ്റ്റർ ദ മൺസൂൺ ദിസ് ഇയർ ഇൻസിഡൻസ് ഓഫ് വെക്ടർ ബോൺ ഇൽനെസ് ഹാവ് റിമെയിൻഡ് ലെസ് ദാൻ എക്സ്പെക്ടഡ് ഈവൻ ആഫ്റ്റർ എക്സസീവ് വാട്ടർ ലോഗിംഗ് ബിക്കോസ് ഓഫ് ഡ്രാഗൺ ഫ്ലൈസ് ആൻഡ് ഡാമിംഗ് ഫ്ലൈറ്റ്സ്. അതാണ് ഒരു ന്യൂസ്. ദെൻ നെക്സ്റ്റ് വരുന്നത് തെലങ്കാനയുടെ സ്റ്റേറ്റ് ബേർഡ് ആണ്
പാലപിത്ത എന്ന് പറയും, അല്ലെങ്കിൽ ഇന്ത്യൻ റോളർ എന്ന് പറയുന്ന ബേർഡ് സ്പീഷീസ് ആണ്. ഇന്ത്യൻ റോളർ എന്ന് പറയുന്ന പാലപിത്ത. ഈ ഒരു സ്പീഷീസ് ഇന്ത്യൻ ബ്ലൂ റോളർ അല്ലെങ്കിൽ നോർത്തേൺ റോളർ അല്ലെങ്കിൽ നീലഖണ്ഡ എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. അതായത് അതിന്റെ ആ ഒരു നെക്ക് ഒരു സ്ഥലത്ത് ഒരു ബ്ലൂ അല്ലെങ്കിൽ ഒരു പർപ്പിൾ കളറാണ് കാണുന്നത്, അതുകൊണ്ട് അതിനെ നീലഖണ്ഡ എന്നാണ് അറിയപ്പെടുന്നത്. അത് ഒഡീഷ അതുപോലെ തന്നെ തെലങ്കാന ആ ഒരു സ്റ്റേറ്റിന്റെ ഒക്കെ കാണപ്പെടുന്നുണ്ട്. തെലങ്കാനയുടെ സ്റ്റേറ്റ് ബേർഡാണ്. അപ്പൊ അതൊരു മഹാവിഷ്ണു ആയിട്ട് ബന്ധപ്പെട്ട ഒരു ഹിസ്റ്ററി ഒക്കെ അതിന് പറയുന്നുണ്ട്, ഇതിഹാസത്തിലൊക്കെ പറയുന്നുണ്ട് ആസ് റിലീജിയസ് ഇതില്. അപ്പൊ ഇവിടെ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ദസറ സമയത്ത് ഈ ഒരു ബേർഡിനെ കാണുന്നത് അവർക്ക് ഭയങ്കര ഓസ്പീഷ്യസ് ആണ്. ആ ഒരു ലൊക്കേഷൻസ് കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര രീതിയിൽ അതിന് വെൽത്ത് കൊണ്ടുവരുന്നൊക്കെയാണ് അവിടുത്തെ ആളുകളുടെ ഒരു വിശ്വാസം. ദസറ ടൈമിൽ നമ്മുടെ ഈ പറയുന്ന ഇന്ത്യൻ റോളറിനെ കണ്ടാൽ അവർക്ക് നല്ലത് കൊണ്ടുവരും എന്നുള്ളതാണ് അങ്ങനെ വിശ്വാസം. ആ ഒരു വിശ്വാസം കൊണ്ട് തന്നെ ഈ ഒരു ബേർഡിനെ നല്ല രീതിയിൽ ആളുകൾ എന്ത് ചെയ്യാനായിട്ട് തുടങ്ങി, ആളുകൾ പിടിക്കും. ദസറ ടൈമിൽ ഇതിനെ പിടിച്ച് കൂട്ടിലിടാനും ആളുകൾക്ക് കാണാൻ വേണ്ടിയിട്ട് പ്രദർശിപ്പിക്കാനും ഒക്കെ വെക്കും. അപ്പൊ അങ്ങനെ വെക്കുന്നത് ഇതിന്റെ നല്ല രീതിയിൽ ഇതിനൊരു ത്രെട്ടാണ്, ഇതിന്റെ നമ്പർ കുറയുന്നതിനൊക്കെ കാരണമാകുന്നുണ്ട്. എങ്ങനെയാന്ന് ചോദിച്ചാൽ ഇതിനെ ക്യാപ്ചർ ചെയ്യുന്ന സമയത്ത് മേ ബി ഇത് ഡെത്ത് ആയി പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഇനി ഇൻ കേസ് ഇതിനെ പിടിച്ചാൽ പോലും അതിന്റെ ഫെദറൊക്കെ കെട്ടിടും, അതിന്റെ പറന്നു പോവാതിരിക്കാൻ അല്ലെങ്കിൽ അത് ഉപദ്രവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിനെ കെട്ടിടും. അപ്പൊ ദിവസങ്ങളോളം ഇങ്ങനെ കെട്ടിയിടുന്ന സമയത്ത് അതിന്റെ പറക്കാനായിട്ടുള്ള കഴിവും ഒക്കെ നശിക്കും. അങ്ങനെ ആ ഒരു സ്പീഷീസ് മരിച്ചു പോകുന്നതിനൊക്കെ കാരണമാവും. ചില സമയത്ത് എന്ത് ചെയ്യും, കേജ്ഡ് ചെയ്യും, അല്ലെങ്കിൽ വിങ്സിനെ ക്ലിപ്പ് ചെയ്യും, ബൗണ്ട് ചെയ്യും, അല്ലെങ്കിൽ ഈവൻ ഗ്ലൂ ചെയ്യുകയൊക്കെ ചെയ്യും. അതുപോലെ തന്നെ അങ്ങനെ കെട്ടിടുന്ന സമയത്ത് അതിന്റെ ഡയറ്റ് പ്രോപ്പർ ആവില്ല. അതുപോലെ തന്നെ നമ്മളെ വേറൊരു സ്ഥലത്ത് കൊണ്ടുപോയി കെട്ടിയിട്ട് എന്തായിരിക്കും, നമ്മുടെ ഡയറ്റ് ശരിയാവില്ല, നമ്മൾ സ്ട്രെസ് അടിക്കും. അതുപോലെ തന്നെ സ്ട്രെസ്സും ഇഞ്ചുറീസും ഇതൊക്കെ എന്താവും, ഇതിന്റെ ഡെത്ത് ഈ ഒരു ഫെസ്റ്റിവൽ കഴിയുമ്പോഴത്തേക്കും ഈ പറയുന്ന സ്പീഷീസിന്റെ ഡെത്തിന് കാരണം ആകുന്നുണ്ട്. അപ്പൊ ഈ പാലപിത്താസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇന്ത്യൻ റോളർ എന്ന് പറയുന്നത് ഒരു മൈഗ്രേറ്ററി സ്പീഷീസ് ആണ്. നോർമലി ഫീഡ് ഓൺ ഇൻസെക്ട്സ് അക്രോസ് ഫീൽഡ് ബട്ട് ദിയർ നാച്ചുറൽ വിസിബിലിറ്റീസ് ഡിക്ലൈൻ ഡ്യൂ ടു ഹാബിറ്റാറ്റ് ലോസ്. അതുപോലെ തന്നെ അർബനൈസേഷൻ കാരണം ഇതിന്റെ എണ്ണം കുറഞ്ഞു വരുവാണ്. ദെൻ ബേർഡ് നല്ല രീതിയിൽ എക്സ്പോഷർ ആവുന്നുണ്ട് ഈ ഒരു സമയത്ത്. അതുപോലെ തന്നെ ബേർഡ് സഫർ ഗ്രേറ്റ്ലി കൺഫൈൻ ടു സ്മോൾ കേജസ് എക്സ്പോസ്ഡ് ടു ഹ്യൂമൻ ടച്ച് ഓഫൺ ഡൈയിങ് ഫ്രം ഡീഹൈഡ്രേഷൻ, ഓർഗൻ ഫെയിലിയർ, അതുപോലെ തന്നെ ട്രോമ കാരണമൊക്കെ ഇത് മരിച്ചു പോവാണ്. അപ്പോൾ ഡിക്ലൈൻ ഇൻ നമ്പർ ഓഫ് പാലപിത്താസ് എന്ന് പറയുന്നത് ഒരു എക്കോളജിക്കൽ കോൺസിക്വൻസസ് ആണ്. അതായത് ദ ബേർഡ് പ്ലേ ആൻ ഇമ്പോർട്ടന്റ് റോൾ ഇൻ കൺട്രോളിങ് ഇൻസെക്ട് പോപ്പുലേഷൻസ്. ഇത് ഇൻസെക്റ്റിനെ നല്ല രീതിയിൽ കഴിക്കുന്ന ഒരു ബേർഡാണ്. ഇൻസെക്ട്സ് ആണ് ഇതിന്റെ പ്രൈമറി ഫുഡ് സ്പീഷീസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ എമൗണ്ട് കുറയ്ക്കുന്ന സമയത്ത് ഈ പറയുന്ന ഇൻസെക്ട്സ് നല്ല രീതിയിൽ പെരുകാനായിട്ട് തുടങ്ങും. അതൊരു എക്കോളജിക്കൽ ഇൻഡിക്കേറ്റർ ആണ്. അപ്പോൾ ഡ്രാഗൺ ഫ്ലൈ കൂടിയത് കൊണ്ട് എന്താണ്, മൊസ്കിറ്റോയുടെ എമൗണ്ട് കുറഞ്ഞു. അതുപോലെ തന്നെ ഇതെല്ലാം ഇന്റർ കണക്ട് ആയിട്ടുള്ള സ്പീഷീസ് ആണ്. അപ്പോൾ ഒന്നിന്റെ ഡെത്ത് മറ്റൊന്നിന്റെ എമൗണ്ട് കൂടുന്നതിനും കുറയുന്നതിനും ഒക്കെ കാരണമാവും. അപ്പൊ നമ്മൾ നോക്കിയത് ഡ്രാഗൺ ഫ്ലൈ അതുപോലെ തന്നെ പാലപിത്തനെ കുറിച്ചാണ്. ദെൻ നെക്സ്റ്റ് നമ്മുടെ ന്യൂസ് എന്ന് പറയുന്നത് നമ്മുടെ ആസ്ട്രോസ്റ്റാറ്റ് എന്ന് പറഞ്ഞ ഒരു സ്പേസ് ഒബ്സർവേറ്ററിനെ കുറിച്ചാണ്. ഇന്ത്യയുടെ ഫസ്റ്റ് സ്പേസ് ഒബ്സർവേറ്ററി ആണ് ആസ്ട്രോസ്റ്റാറ്റ് എന്ന് പറയുന്നത്. അതെന്താണ്, ഒരു ഡെക്കേഡോളം കൺക്ലൂഡ് ചെയ്തു എന്നുള്ള ഒരു ന്യൂസാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇന്ത്യയുടെ ഫസ്റ്റ് ഡെഡിക്കേറ്റഡ് മൾട്ടി വേവ് ലെങ്ത് സ്പേസ് ഒബ്സർവേറ്ററി ആണ് ആസ്ട്രോസ്റ്റാറ്റ് എന്ന് പറയുന്നത്. സെലസ്റ്റിയൽ സോഴ്സ് ഇൻ എക്സ്റേ, ഒപ്റ്റിക്കൽ ആൻഡ് UV സ്പെക്ട്രൽ ബാൻഡ്സിൽ ഒക്കെയാണ് നമ്മൾ ഇതിനെക്കുറിച്ച് പഠിക്കുന്നത്. അതുപോലെ തന്നെ PSLV ആണ് ലോഞ്ച് ചെയ്തത്. സതീഷ് ധവാൻ സ്പേസ് സെന്റർ ശ്രീഹരിക്കോട്ടയിൽ നിന്ന് സെപ്റ്റംബർ 28, 2015 നമ്മൾ ലോഞ്ച് ചെയ്തത്. ഇതിന്റെ കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്നത് മിഷൻ ഓപ്പറേഷൻ കോംപ്ലക്സ് ISRO ടെലിമെട്രി ട്രാക്കിംഗ് ആൻഡ് കമാൻഡ് നെറ്റ്വർക്ക് ബാംഗ്ലൂർ ഒക്കെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. മിനിമം ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് 5 year ആണ് ഇതിന്റെ. അതുപോലെ തന്നെ അതിനകത്ത് 5 സയന്റിഫിക് പേലോഡ്സുകൾ ഉണ്ട്. അൾട്രാ വയലറ്റ് ഇമേജിംഗ് ടെലസ്കോപ്പ്, ലാർജ് ഏരിയ എക്സ്റേ പ്രൊപ്പോർഷണൽ കൗണ്ടർ, കാഡ്മിയം സിംഗിൾ ടെല്ലുറൈഡ് ഇമേജ്, സോഫ്റ്റ് എക്സ്റേ ടെലിസ്കോപ്പ്, അതുപോലെ തന്നെ സ്കാനിങ് സ്കൈ മോണിറ്റർ ആണ് ഈ 5 പേലോഡ്സിൽ വരുന്നത്. അതുപോലെ തന്നെ അതിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് അണ്ടർസ്റ്റാൻഡ് ഹൈ എനർജി പ്രോസസിംഗ് ബൈനറി സിസ്റ്റം. അതായത് ന്യൂട്രോൺ സ്റ്റാർസും ബ്ലാക്ക് ഹോൾസും തമ്മിലുള്ള ബൈനറി സിസ്റ്റത്തിന്റെ എനർജി പ്രോസസ്സിനെ കുറിച്ച് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ന്യൂട്രോൺ സ്റ്റാർസിന്റെ മാഗ്നറ്റിക് ഫീൽഡ് എസ്റ്റിമേറ്റ് ചെയ്യാം. സ്റ്റഡി സ്റ്റാർ ബർത്ത് റീജിയൻ, അതുപോലെ തന്നെ ഹൈ എനർജി പ്രോസസിംഗ് ഇൻ സ്റ്റാർ സിസ്റ്റം.
ബിയോണ്ട് അവർ ഗാലക്സി ആൻഡ് ഡിറ്റക്ട് ന്യൂ ബ്രൈറ്റ് എക്സ്റേ സോഴ്സസ് ഇൻ ദ സ്കൈ. അതുപോലെ തന്നെ പെർഫോം ലിമിറ്റഡ് ഡീപ് ഫീൽഡ് സർവേ ഓഫ് യൂണിവേഴ്സ് ഇൻ ദ അൾട്രാ വയലറ്റ് റീജിയൻ. ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ആസ്ട്രോസ്റ്റാറ്റ് ഡെവലപ്പ് ചെയ്തത്. അപ്പൊ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ന്യൂസ് ആർട്ടിക്കിൾസ്. അപ്പൊ നമുക്ക് ഏതൊക്കെയാ പറഞ്ഞതെന്ന് പെട്ടെന്ന് തന്നെ നോക്കാം. ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തത് സ്റ്റാമ്പേഡിനെ കുറിച്ചാണ്. സ്റ്റാമ്പേഡ്, കരൂരിൽ നടന്ന സ്റ്റാമ്പേഡിനെ കുറിച്ചുള്ള എഡിറ്റോറിയലും അത് കഴിഞ്ഞിട്ട് എന്തുകൊണ്ട് സ്റ്റാമ്പേഡ് നടക്കുന്നു, അതെങ്ങനെ കുറയാമെന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ രണ്ടാമത്തെ എക്സ്പ്ലെയിനിൽ ഡിസ്കസ് ചെയ്തത്. ദെൻ അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കിയത് ഒരു ഓപ്പഡ് ആണ്. അതിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഏഞ്ചൽ സ്പോർട്സിനെ കുറിച്ചാണ്. അത് AI കൊണ്ടുവരാനായിട്ട് പോകുന്ന ഏഞ്ചൽ സ്പോർട്സിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. ദെൻ അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കിയത് നമ്മുടെ ഹിമാലയൻ കോൾഡ് ഡിസേർട്ടിനെ കുറിച്ചാണ്. ഹിമാലയൻ കോൾഡ് ഡിസേർട്ടിനെ യുനെസ്കോ ഹെറിറ്റേജ് ബയോസ്ഫിയർ റിസർവ് ലിസ്റ്റിലോട്ട് ആഡ് ചെയ്തു. യുനെസ്കോ ബയോസ്ഫിയർ ലിസ്റ്റിലോട്ട് ആഡ് ചെയ്തു എന്നാണ് നമ്മൾ നോക്കിയത്. ദെൻ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡ്രാഗൺ ഫ്ലൈ, അതുപോലെ തന്നെ ഇന്ത്യൻ റോളർ, അതിനെ കുറിച്ചാണ്, ആ രണ്ട് സ്പീഷീസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ലാസ്റ്റ് നോക്കിയത് ആസ്ട്രോസാറ്റിനെ കുറിച്ചാണ്. അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ 30, 1 and 2 നമുക്ക് നവരാത്രി ആണ്. അപ്പൊ നമുക്ക് അവധി ആയതുകൊണ്ട് നമുക്ക് ഈ 3 ദിവസങ്ങളിലും ന്യൂസ് പേപ്പർ ഉണ്ടാവുന്നതല്ല. അപ്പൊ ഇനി നമുക്ക് അടുത്ത ക്ലാസ്സുമായിട്ട് 3-ാം തീയതി കാണാം. അതുവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ, നവരാത്രി ആശംസകൾ.